നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലിയിൽ നിന്ന് എങ്ങനെയാണ് എക്സലിലേക്ക് ഡാറ്റകൾ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും അയച്ചു കൊടുക്കണം, അപ്പോൾ അത് എക്സലിലേക്ക് ആക്കണം എന്ന് വിചാരിക്കുക. നമ്മളത് എക്സലിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ടാലിയിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് എക്സലിലേക്ക് ഡാറ്റകൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്തോളൂ. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പോൾ 1 മന്താണ് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ടാലിയിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണുന്നുണ്ടാവും എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Alt E അടിച്ചാൽ മതി. അതായത് ഈയുടെ അടിയിൽ സിംഗിൾ ലൈനാണ്. ഒരു ലെറ്ററിൻ്റെ അടിയിൽ സിംഗിൾ ലൈൻ ആണെങ്കിൽ Alt മാ ലെറ്ററും കൂടിയിട്ടാണ് അടിക്കേണ്ടത്. ഡബിൾ ലൈൻ ആണെങ്കിൽ കൺട്രോൾ മാ ലെറ്ററും കൂടിയിട്ടാണ് അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ വരും. അതേഴ്സ്, അപ്പോൾ നമ്മൾക്ക് വേറെ എന്തെങ്കിലും ഡാറ്റകളിൽ നിന്നാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അതേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വേറെ വല്ല റിപ്പോർട്ട്സും ആണ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേഴ്സ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് GST റിട്ടേൺസ് ആണ് വിചാരിക്കുക, നമുക്ക് GST റിട്ടേൺസ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ മാസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ ട്രാൻസാക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാസ്റ്റേഴ്സ് ആണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാം, ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് നമുക്ക് എടുക്കാം. ഇനി നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് കോൺഫിഗറേഷൻ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചധികം കാര്യങ്ങളിൽ നമുക്കിവിടെ കാണിക്കും. ഇവിടെ നമുക്ക് ഷോ മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡാറ്റകൾ നമുക്ക് ഇവിടെ ആയിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ കമ്പനിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. അതായത് ലൊക്കേഷൻ ഓഫ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഫയൽസ്, ഓപ്പൺ ഫയൽ ആഫ്റ്റർ എക്സ്പോർട്ട്, സെൻഡ് നമ്പർ ഓഫ് കോപ്പീസ് ഫോർ എക്സ്പോർട്ടിംഗ് വൗച്ചേഴ്സ്, അതേപോലെ തന്നെ ബാങ്കിങ് ഡീറ്റെയിൽസ്, ഫോൾഡർ പാത്ത് ഫോർ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്, ഷോ പേയ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഡീറ്റെയിൽ ബിഫോർ എക്സ്പോർട്ട് ആൻഡ് അപ്ലോഡ്, അതേപോലെ അഡീഷണൽ ഇൻഫർമേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സ്പോർട്ട് ബേസിക് കറൻസി സിമ്പിൾ എലോങ് വിത്ത് ദ എമൗണ്ട്, പിന്നെ ഹെഡർ ഇൻഫർമേഷൻ ഉണ്ട്, പ്രിന്റ് കൺട്രി വിത്ത് അഡ്രസ്സ്, അതേപോലെ കമ്പനി ഡീറ്റെയിൽസിൽ നമുക്ക് കമ്പനിയുടെ ലോഗോ വേണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നമ്മൾക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് കോൺഫിഗർ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ അത് എങ്ങനെയാണ് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത്, ഡാറ്റയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതാണ് നമുക്ക് ഈ കോൺഫിഗറേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. നമുക്ക് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബാലൻസ് ഷീറ്റാണ് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, മുകളിൽ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ കണ്ടു നമുക്ക് കറണ്ട്, അതായത് നമ്മളൊരു പർട്ടിക്കുലർ റിപ്പോർട്ടിൽ നിൽക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറണ്ട് കാണിക്കും. നേരത്തെ നമുക്ക് കറണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ റിപ്പോർട്ടിലല്ല ഗേറ്റ് ഓഫ് ടാലിയിലാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റിപ്പോർട്ട് സ്പെസിഫിക് ആയിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് കാണിക്കും. അപ്പോൾ ഇവിടെ കറണ്ട് നമുക്ക് കൺട്രോൾ E അടിച്ചാൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് ഇങ്ങനെ വന്നു. ഇവിടെ നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് എന്താണ് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഫിഗറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷോ മോർ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഷോ മോറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ ബിസിനസ്സിൽ അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. പെർസെൻറ്റേജ് വേണോ, എക്സ്ക്ലൂഡ് അക്കൗണ്ട് വിത്ത് 0 ക്ലോസിംഗ് ബാലൻസ് വേണോ, ഓട്ടോ കോളം വേണോ, ഫോർമാറ്റ് ഓഫ് റിപ്പോർട്ട്, അത് നമ്മളെപ്പോഴും ഡീറ്റെയിൽഡ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഷോ വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റ്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ താഴത്തേക്ക് ആയിട്ടുള്ള കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. അതേപോലെ മെത്തേഡ് ഓഫ് ഷോയിങ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ്, ലയബിലിറ്റി അസറ്റ്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ലയബിലിറ്റി അസറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ഗൾഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, വേറെ ഗൾഫിലാണെങ്കിൽ അസറ്റ് ലയബിലിറ്റി ആയിട്ടാണ് എടുക്കുക. അതായത് ഇടതുഭാഗത്ത് അസറ്റും വലതുഭാഗത്ത് ലയബിലിറ്റി ആയിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെയല്ല, ഇടതുഭാഗത്ത് ലയബിലിറ്റിയും വലതുഭാഗത്ത് അസറ്റും ആയിരിക്കും. അപ്പോൾ ഞാൻ ലയബിലിറ്റി അസറ്റാണ് എടുക്കുന്നത്. ഇൻക്ലൂഡ് വർക്കിംഗ് ക്യാപിറ്റൽ വേണോ, സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡിൽ എന്താണ് വേണ്ടത്, അതേപോലെ എക്സ്പോർട്ട് സെറ്റിങ്സ് നമുക്കിവിടെ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എക്സ്പോർട്ട് സെറ്റിങ്സിൽ നമുക്ക് എൻകോഡിംഗ് ലാംഗ്വേജ്, അതേപോലെ തന്നെ ഇവിടെ ഫയൽ ഫോർമാറ്റ് പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ഏത് ഇതിലേക്കാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. നമുക്ക് എന്തിലേക്കാണ്, നമുക്ക് PDF ആക്കണോ JPG ആക്കണോ, ഏതാണ് നമ്മളിപ്പോൾ എന്താ പറയാൻ പോകുന്നത്, എക്സലിലേക്ക് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ സെലക്ട് ചെയ്യേണ്ടത്, എക്സൽ സ്പ്രെഡ്ഷീറ്റ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ എക്സൽ സ്പ്രെഡ്ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സൽ സ്പ്രെഡ്ഷീറ്റ് വന്നു. അതേപോലെ തന്നെ നമുക്കിപ്പോൾ വർക്ക്ഷീറ്റ് നെയിമിൻ്റെ അവിടെ ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എടുക്കാം. നമുക്കിപ്പോൾ B.S ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിക്ക് നമുക്ക് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് പേര് വരേണ്ടതെന്നുവെച്ചെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് അവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ B.S ആയിട്ടാണ് വരിക. അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഫയൽ, നമുക്ക് എക്സിസ്റ്റിംഗ് ഫയലിനെ അപ്ഡേറ്റ് ചെയ്യണം. ഷോ ഫോർമാറ്റഡ് എക്സലിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യണം. അതേപോലെ എക്സ്പോർട്ട് ടു നമ്മൾ ഏത് ഡ്രൈവിലേക്കാണ് വേണ്ടത്. ഫോൾഡർ പാത്ത് നമ്മൾ ഓൾറെഡി ഫോൾഡർ പാത്ത്, ഫയൽ നെയിം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് B.XLSX പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ഫയൽ ആഫ്റ്റർ എക്സ്പോർട്ട്, ഈ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത് നമുക്ക് Ctrl E അടിച്ച് സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ Ctrl E അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എക്സ്പോർട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് എക്സ്പോർട്ടിൻ്റെ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ എക്സ്പോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫയൽ നമ്മൾക്ക് എക്സലിലേക്ക് നമ്മൾക്ക് എക്സ്പോർട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ കണ്ടോ, നമുക്കിവിടെ ഈ ഫയൽ ബാലൻസ് ഷീറ്റ് നമ്മൾക്ക് എക്സലിലേക്ക് നമുക്ക് എക്സ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് എല്ലാ റിപ്പോർട്ടുകളും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാം, നമ്മൾക്ക് ഡാബുക്ക് എടുക്കാം, എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമ്മൾക്ക് എക്സലിലേക്ക് നമ്മൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പറ്റും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടി ആയിരുന്നു കേട്ടോ. എന്നോട് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.